ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഉലർത്തിയത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ബീഫ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: സവാള 2 എണ്ണം, പച്ചമുളക് 2 എണ്ണം, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇവ നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി 1.5 ടീസ്പൂൺ, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ബീഫിന് പിടിക്കാൻ തക്ക വിധത്തിൽ ഉപ്പ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഇതൊരു 1.5 കിലോളം ബീഫുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മസാലയൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം മസാലയൊക്കെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങും, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് അടച്ച് ചെറുതീയിൽ ഒരു 3 വിസിൽ അടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുക. നമ്മുടെ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ബീഫിനെ ഒന്ന് ഉലർത്തിയെടുക്കാം. അതിനാവശ്യം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കണം. കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. 1 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പില. ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 മുറി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട് ഞാൻ. നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ പച്ചക്കുത്ത് മാറുന്നവരെ ഒന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ലോണം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നല്ലവണ്ണം വഴറ്റിയെടുക്കണം. ഒരു ബ്രൗൺ നിറമാകുന്നവരെ സവാള വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സവാള ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. ബീഫ് എല്ലാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നല്ലവണ്ണം ബീഫിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫിലെ ഈ വെള്ളം നല്ലവണ്ണം വറ്റിച്ചെടുക്കണം. മിഡിൽ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ ബീഫിലെ വെള്ളമൊക്കെ വറ്റാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ബീഫിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഈ ഒരു പാകം മതിയെങ്കിൽ ഈ സമയത്ത് തന്നെ ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഞാൻ ഇതിനെ കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഡ്രൈ ആക്കി എടുക്കാൻ നോക്കുമ്പോഴേക്ക് ബീഫിൻ്റെ കളറൊക്കെ മാറി നല്ല ഡാർക്ക് കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.